എല്ലാവർക്കും പുതിയൊരു വീട്ടിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മളെല്ലാവരും കാണാൻ തന്നെ വിട്ടുപോയ മിക്കവാറും എല്ലാവരും തന്നെ നമുക്ക് ഇങ്ങനെ നോക്കിയിരിക്കുകയാണല്ലോ. നമ്മളിപ്പം ആക്ഷൻ മൂവീസ് എന്നൊക്കെ പറയുവാണെങ്കിലും ഇപ്പം നമ്മളൊക്കെ വെളിയിലേക്കാണ് നോക്കുന്നത്. ഇപ്പോൾ ഈ ഇംഗ്ലീഷ് ആക്ഷൻ മൂവീസൊക്കെയാണ് നമ്മൾ പ്രധാനമായിട്ടും നമ്മളെപ്പോഴും കാണുന്നത്. പക്ഷേ നമ്മുടെ ഹിന്ദിയിൽ നിന്ന് അങ്ങനെ ഒരു അടിപൊളി ഒരു അടിപ്പൻ ഒരു ആക്ഷൻ മൂവി വന്നിട്ടുണ്ട്. 2023 ഈ പടം റിലീസായത്. പക്ഷേ നമുക്ക് പലർക്കും അത് കാണാൻ പറ്റിയിട്ടില്ല, പലരും അറിഞ്ഞു വന്നില്ലത്. ഇപ്പം വീണ്ടും അത് കയറി വരുന്നുണ്ട്. അത് ചില പടങ്ങളുടെ ഒരു സമയം അങ്ങനെയാണല്ലോ. അത് ഇറങ്ങുന്ന സമയത്ത് അങ്ങനെ ഹിറ്റായിരുന്നു പറഞ്ഞാൽ പോലും കുറച്ച് കാലം കഴിയുമ്പോൾ വീണ്ടും ഇങ്ങനെ കയറി വരും. അങ്ങനെ 2023 ഈ പടം ഇറങ്ങുന്നത്. ഈ പടത്തിന് വേണ്ടി കിൽ, നമ്മുടെ ലക്ഷ്യ എന്ന് പറയുന്ന ആക്ടറാണ് അതിനകത്ത്. ഒരുപാട് പടങ്ങളിൽ അദ്ദേഹത്തിന് നമ്മൾ നോട്ടീസബിൾ അല്ലാത്തൊരു ആക്ടറാണ്. പിന്നെ നമ്മുടെ രാഘവ് ജുയൽ, താനിയ മനിക്തല അതാണ് നമ്മുടെ നായികയായിട്ട് അഭിനയിച്ചിരിക്കുന്നത്. നാഗേഷ് ഭട്ടിൻ്റെ ഡയറക്ഷനിൽ വന്നൊരു പടമാണ്. കൊള്ളാം. പിന്നെ പടത്തിനെ പറ്റി പറയുകയാണെങ്കിൽ ഇതൊരു അടിപൊളി ആക്ഷൻ മൂവീസിന് പ്രധാനമായിട്ടും കൊടുത്തിരിക്കുന്നത്. പിന്നെ ഏറ്റവും അധികം എന്താ പറയുക, ഫുൾ ഓഫ് ബ്ലഡാണ് പടം. നമ്മൾ തുടങ്ങുന്ന ഒരു സമയം തൊട്ട് വളരെ കുറച്ച് സമയം മാത്രമേ ഉള്ളൂ ഇതൊരു നോർമൽ രീതിക്ക് പോകുന്നത്. കുറച്ചും കൂടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഇത് ഒരു ടോപ്പ് ഒരു ആക്ഷൻ മൂവിയിലേക്ക് തന്നെ ഇങ്ങനെ കടക്കുകയാണ്. മൊത്തം ബ്ലഡാണ്. നമ്മൾ തുടക്കമ്പോൾ തൊട്ടേ ബ്ലഡ് മനക്കെട്ടി ഇല്ലാത്തവർക്കാണെങ്കിലും ഇതിൻ്റെ അകത്ത് ആദ്യമേ ഇങ്ങനെ എഴുതി വെക്കുന്നത് നല്ലതാണ്. അതുപോലത്തെ ആക്ഷൻ മൂവീസ് നമ്മളൊക്കെ ഒരു കൊറിയൻ ആക്ഷൻ മൂവീസിലൊക്കെ കാണുന്ന പോലെ ഒരു സെറ്റപ്പ് ഒക്കെ ഉണ്ടല്ലോ. നമ്മുടെ വായ്ക്ക് ഇങ്ങനെ നിങ്ങൾ കത്തി ഇങ്ങനെ കയറ്റിയിട്ട് ഇങ്ങനെ സൈഡൊക്കെ ഇങ്ങനെ കീറിയെടുക്കുന്ന പരിപാടിയൊക്കെ ഉണ്ടല്ലോ. എല്ലാം ഉണ്ട്. ഇതിനകത്ത് ആക്ഷൻ സ്റ്റണ്ട് കൊറിയോഗ്രാഫർ എന്ന് പറഞ്ഞിട്ട് സേയോങ്ങോ, ഇതൊരു ചൈനീസാണെന്ന് തോന്നുന്നു, നമ്മുടെ ഇന്ത്യക്കാരനല്ല. സേയോങ് എന്ന് പറയുന്ന ഒരാളാണ് ഇത് ചെയ്തിരിക്കുന്നത്. നമ്മുടെ ഫൈറ്റർ വാർ പടമൊക്കെ ഉണ്ട് ഋതിക് റോഷൻ്റെ, അതിനകത്തെല്ലാം അദ്ദേഹം തന്നെയാണ് ചെയ്തിരിക്കുന്നത്. പിന്നെ ഇതിൻ്റെ കഥ പറയുകയാണെങ്കിൽ ഒരു ട്രെയിന്, അപ്പോൾ അതിനകത്ത് 2 കമാൻഡോസ്, NSC കമാൻഡോസ് ഓൾറെഡി ഉണ്ട്. അപ്പോൾ അങ്ങോട്ട് ഒരു ഇത് വരികയാണ്, ഒരു കൊള്ള സംഘം വരികയാണ്. അപ്പോൾ ഈ കൊള്ള സംഘത്തിനെ ഇവരെങ്ങനെ നേരിടുന്നു എന്നുള്ളതിൻ്റെ ഒരു ചുരുങ്ങിയ കഥ, ഒരു കഥ എന്നുള്ള രീതിക്ക് പറയുന്നത് സിമ്പിൾ ഒരു കഥയാണ്. പക്ഷേ ഇതിനകത്ത് ഏറ്റവും ആക്ഷനാണ്. ആക്ഷൻ എവിടെ നോക്കിയാലും ആക്ഷൻ. നമ്മൾ ഈ മലയാളം പടങ്ങളിലൊക്കെ കണ്ടിട്ടുണ്ടല്ലോ. കാര്യം ആദ്യം ഇവൻ്റെ കത്തി ഉണ്ടെങ്കിൽ, നായകൻ്റെ കയ്യിൽ കത്തി ഉണ്ടെങ്കിലും നായകൻ കത്തി താഴെ ഇടും, എന്നിട്ട് ഇടിക്കാൻ തുടങ്ങും. ഇവിടെ അങ്ങനെയൊന്നുമില്ല. ഇടിക്കുന്നതൊക്കെ വളരെ കുറവാണ്. കത്തി എടുക്കുക. ഇതിനകത്ത് ഏറ്റവും ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുമ്പോൾ ഇതിനകത്ത് നായകനെ ഏതൊരു നായകനെയും അല്ലെങ്കിൽ ഏതൊരു ആക്ടറിനെയും പുഷ് ചെയ്യുന്നൊരു സമയമുണ്ട്. ആ ഒരു ടൈം ഇതിൽ ഈ ലക്ഷ്യ എന്ന് പറയുന്ന ആക്ടർ വളരെ നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. അതായത് ഒരു ക്യാരക്ടർ നമ്മൾ ചെയ്യുമ്പം അതിനകത്തുനിന്ന് ഒരു ആക്ടറിനെ സംബന്ധിച്ച് ഒരു ക്യാരക്ടർ ചെയ്യുമ്പോഴത്തേനും അത് പുഷ് ചെയ്യുന്നൊരു ടൈമുണ്ട്. അത് കറക്റ്റായിട്ട് ചെയ്തിട്ടുണ്ട്. ഇതിനകത്ത് ആ ഒരു ടൈം എന്ന് പറയുമ്പോഴത്തേനും ഇപ്പം കൊള്ളസംഘം കയറി വരുന്നുണ്ട്. അപ്പോൾ അവിടെ ഒരുപാട് സംഭവങ്ങളൊക്കെ നടക്കുന്നുണ്ട്. പിന്നെ അതിൽ നടക്കുന്ന ആ ഒരു സംഭവം അങ്ങ് കൊണ്ടുപോവാണ്. പിന്നെ അങ്ങോട്ട് പടം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നും പിടികിട്ടത്തില്ല. കാര്യം ഇതിൻ്റെ ടൈറ്റിൽ എഴുതി കാണിക്കുന്നത് ഭയങ്കര ലാഗിലാണ്. അപ്പോൾ ഒരു മിഡിലോടെയാണ് ഇതിൻ്റെ ടൈറ്റിൽ എഴുതി കാണിക്കുന്നത്. ആദ്യമൊന്നും നമുക്ക് ടൈറ്റിലേ കാണാൻ പറ്റില്ല. ജസ്റ്റ് ഭയങ്കര എൻഗേജിങ് ആണ്. നമുക്ക് ഇടയ്ക്കൊന്നും ഒരു മൈന്യൂട്ട് സെക്കൻഡ് പോലും നമുക്കിനകത്ത് കണ്ണ് മാറ്റാൻ പോലും തോന്നത്തില്ല. അമ്മാതിരി ആക്ഷൻ, തുടക്കം തൊട്ട് അവസാനം വരെ ആക്ഷൻ, വെട്ട് കുത്ത് മൊത്തം പൊളിയാണ്. പിന്നെ നമ്മൾ ഈ ബ്ലഡ് എന്താ പറയുക, അതുപോലുള്ള കാര്യങ്ങളൊക്കെ എന്താ പറയുക, കുറച്ചും കൂടെ ഒരു ആക്ഷൻ മൂവീസിൻ്റെ ഒരു ഡെപ്തായിട്ട് കാണാൻ ഇഷ്ടമല്ലാത്ത ആൾക്കാർക്ക് ഇത് എന്തുപോലെ വളരെ ഭയങ്കര ഡിസ്റ്റർബ്ഡ് ആകാം ഇത് കണ്ടിട്ട്. പക്ഷേ നോർമലായിട്ട് നമ്മളൊരു ആക്ഷൻ മൂവീസ് എന്ന് പറയുന്നൊരു ഇതിൽ നോക്കുകയാണെങ്കിൽ അടിപൊളിപ്പടം, ഒന്നും പറയാനില്ല. പിന്നെ ഇതിനകത്ത് മെയിൻ കാസ്റ്റിൽ വരുന്ന ആളാണ് നമുക്കൊക്കെ അറിയാവുന്ന പോലെ ആശിഷ് വിദ്യാർത്ഥി വരുന്നുണ്ട്. ബെനി എന്ന് പറയുന്നൊരു ക്യാരക്ടറായിട്ട്. ആശിഷ് വിദ്യാർത്ഥിയുടെ ആ ഒരു ക്യാരക്ടറാണ് ഇതിനകത്ത് ഈ കൊള്ളസംഘത്തിൻ്റെ തല. ഇതൊരു ഫാമിലിയാണ്. ഈ കൊള്ളസംഘം എന്ന് പറയുമ്പോൾ ഇത് ഫുൾ ഫാമിലിയാണ്. ഇപ്പോൾ ഈ ഫാമിലിയിലെ മുഴുവൻ ആൾക്കാരെയും നമ്മുടെ നായകൻ അടിച്ച് തൂക്കി വിടുന്നുണ്ട്, ഒറ്റയാൾ നിന്നിട്ട്. അതൊക്കെ ഇതിനകത്ത് ഭയങ്കര രസമായിട്ട് കാണിച്ചിട്ടുണ്ട്. ഭയങ്കര എൻഗേജിങ് ആയിട്ട് നമുക്ക് എപ്പോഴും കണ്ടുകൊണ്ടിരിക്കാൻ പറ്റുന്ന, തുടക്കം തൊട്ട് അവസാനം വരെ ഒരു സെക്കൻഡ് പോലും നമുക്ക് അതിൻ്റെ കണ്ണ് മാറ്റാൻ പോലും പറ്റില്ല. പിന്നെ ഈ പടത്തിനെ പറ്റി പറയുകയാണെങ്കിൽ IMDbയിൽ ഔട്ട് ഓഫ് 10 7.7 റേറ്റിംഗ് ഉള്ള പടമാണ് നമ്മുടെ കിൽ എന്ന് പറയുന്നത്. അപ്പോൾ എന്തുവായാലും നമുക്ക് കില്ല് കണ്ടു നോക്കാം. ആക്ഷൻ മൂവീസൊക്കെ ഇഷ്ടമുള്ളവരൊക്കെ ആണെങ്കിൽ ഉറപ്പായിട്ട് ഇത് പടം എടുത്ത് കാണാൻ എന്തുവായാലും ഇഷ്ടപ്പെടും. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ കുറച്ച് എന്താ പറയുക, ബ്ലഡൊക്കെ കണ്ടു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഭയങ്കരമായിട്ട് അടിച്ച് പിന്നെ ചതക്കുന്നൊക്കെ കണ്ടു കഴിയുമ്പോഴത്തേനും എന്തെങ്കിലും ഡിസ്റ്റർബ്ഡ് ആയിട്ട് തോന്നുന്ന ആൾക്കാരൊക്കെ ആണെങ്കിൽ
ഇത് സ്കിപ്പ് ചെയ്യാം. അത്രേ ഉള്ളൂ. അല്ലെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഡൗൺലോഡ് ചെയ്തിട്ട് ഇങ്ങനെ ഓടിച്ച് വിട്ട് ഇങ്ങനെ കണ്ടു നോക്കുക. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് ഈ പടത്തിനെ പറ്റി മൊത്തത്തിൽ പറയാനുള്ളത്. അപ്പോൾ എന്തുപോയാലും നമ്മൾ കില്ലൊന്ന് കണ്ടു നോക്കുക. ഇഷ്ടപ്പെടാതിരിക്കാൻ വഴിയില്ല. ഓക്കെ, അപ്പോൾ പടം കണ്ട് നിങ്ങൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഒന്ന് കമൻറ്റ് സെക്ഷനിൽ അറിയിക്കുക. ഓക്കെ, ബൈ.